भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കലിമലങ്ങളശേഷമകന്നിടാൻ ഭവഭയങ്ങളൊഴിഞ്ഞു സുഖിക്കുവാൻ നരനു നല്ലൊരു ഭേഷജമുള്ളതീ മഹിതമാകിയ ഭാഗവതാമൃതം. ഹരിപദാംബുജസേവനമേ നരർക്കഘവിനാശകമാത്മസുഖപ്രദം. സരളമാകിന തത്വമിതൊന്നു താൻ പറവു ഭാഗവതം മുനികൽപ്പിതം. ഭാഗവത സ്വരൂപിയായ പൊന്നുഗുരുവായൂരപ്പൻ്റെ അനൽപമായ കാരുണ്യ വർഷം ഒന്നുകൊണ്ട് മാത്രം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 712 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 85 അധ്യായത്തിൽ 21 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇന്നലെ വസുദേവരുടെ അതിഗംഭീരമായ വേദസാരതുല്യമായ സ്തുതി ഭഗവാന് സമർപ്പിച്ചതായിട്ടാണ് നമ്മൾ അനുസ്മരിച്ച് ഭഗവത്പാദങ്ങളിൽ അർപ്പണം ചെയ്തത്. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, ആകർണ്യദ്ധം പിതൃവാക്യം ഭഗവാൻ സാത്വതർഷഭ പ്രത്യാഹ പ്രശ്രയാനമ്ര പ്രഹസൻ ശ്ലക്ഷ്ണയാ ഗിര. സാത്വതർഷഭ, ഭക്തന്മാരുടെ നാഥനായ ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇദ്ധം പിതുവാക്യം ആകർണ്യ, ഇങ്ങനെയുള്ള അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ട് പ്രശ്രയാനമ്ര, വിനയം കൊണ്ട് നമസ്കരിച്ച്, പ്രഹസൻ, പുഞ്ചിരിച്ചും കൊണ്ട്, ശ്ലക്ഷ്ണയ, ഏറ്റവും മൃദുവായ വാക്കുകൊണ്ട്, പ്രത്യാഹ, തിരിച്ച് പറഞ്ഞു എന്നാണ്. എല്ലാ ഭക്തന്മാരുടെയും അഭീഷ്ടത്തെ സാധിക്കുന്ന ആളാണ്. ഭക്തപാരിജാതമാണ് ഭഗവാൻ. ഭക്തകൽപ്പവൃക്ഷം എന്നാണ് ഭഗവാനെ പറയാറുള്ളത്. അങ്ങനെ ആ ശ്രീകൃഷ്ണൻ അച്ഛൻ്റെ വാക്ക് കേട്ടിട്ട് വളരെ വിനയത്തോടുകൂടി അച്ഛൻ്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച്, അങ്ങനെ ചിരിച്ച് വളരെ മൃദുവായി അച്ഛനോട് പറയുകയാണ് ഭഗവാൻ, വചോവസമവേദാർത്ഥം താതൈതതുപമന്മഹേ യന്ന പുത്രാൻ സമുദ്ദിശ്യ തത്വഗ്രാമ ഉദാഹൃത
പുത്രാൻ ന സമുദ്ദിശ്യ, മക്കളായ ഞങ്ങളെ വിഷയമാക്കി തത്വസമൂഹത്തെ തത്വഗ്രാമ ഉദാഹൃത നിരൂപിക്കപ്പെട്ടു എന്നത് യത് ഏതാണോ താത അല്ലയോ അച്ഛ വാ നിങ്ങളുടെ ഏതത് വച ഈ വാക്ക് സമവേദാർത്ഥം ഉപമന്മഹേ എന്നാണ്. ഞാൻ ഇത് ഏറ്റവും അർത്ഥത്തോടു കൂടിയതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ശ്രീകൃഷ്ണനാണ് പറയുന്നതെങ്കിലും ബലരാമനെ കൂടി ചേർത്ത് വെച്ചും കൊണ്ടാണ് സംസാരിക്കുന്നത്. അവരോട് രണ്ടുപേരോടുമാണ് വസുദേവർ സംസാരിച്ചതും. അഹം യൂയമസാവാര്യ ഇമേ ചദ്വാരകൗകസ സർവേപ്യേവം യദുശ്രേഷ്ഠ വിമൃശ്യ സചരാചരം. ഹേ യദുശ്രേഷ്ഠ യദൂത്തമ, അഹം യൂയം ഞാനും നിങ്ങളും, അസൗ ആര്യ ഈ ഏട്ടൻ ബലരാമേട്ടനും, ഇമേ ദ്വാരകൗകസ ഈ ദ്വാരകാവാസികളും, സചരാചരം ഇളകുന്നതും ഇളകാത്തതും ചരവും അചരവുമായിരിക്കുന്നതൊക്കെ കൂടിച്ചേർന്നിരിക്കുന്ന സർവേ അപി എല്ലാവരും, ഏവം വിമർശ്യ ഇങ്ങനെ വിമർശിക്കപ്പെടാൻ യോഗ്യരാണ്. ഞാനും ഏട്ടനും നിങ്ങളും ദ്വാരകയിലുള്ള സകല ആളുകളും സകല ചരാചരങ്ങളും ഇപ്പോൾ ഞങ്ങളെ ഉദ്ദേശിച്ച് വിചാരിച്ച രീതിയിൽ വിചാരിക്കാൻ യോഗ്യരാണ്. ഞങ്ങൾ തന്നെയാണ് ഈ ലോകം എന്നുള്ളത് കൊണ്ട് ഞങ്ങളെക്കുറിച്ച് എന്താണോ വിചാരിച്ചത് അതൊക്കെ ഈ ലോകത്തെക്കുറിച്ച് വിചാരിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ബ്രഹ്മസ്വരൂപങ്ങളാണെന്ന് ചുരുക്കം. ഞങ്ങളെ മാത്രം ബ്രഹ്മമാണെന്ന് കരുതിയാൽ പോരാ, ഈ ലോകം മുഴുവൻ ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കണം. അല്ലേ? ആ ബ്രഹ്മത്തെ അറിയാന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പൂർണ്ണമായി ഈശ്വരനാണെന്ന് കണക്കാക്കുക. ഭഗവാൻ പറഞ്ഞു ആത്മാഹ്യേക സ്വയം ജ്യോതിർ നിത്യോന്യോ നിർഗുണോ ഗുണൈഹി ആത്മസൃഷ്ടൈസ്തൽകൃതേഷു ഭൂതേഷു ബഹുധേയത്തെ. ഏകഹ ഒരേ ഒരാള്, ഒരുവനായ ആത്മാവ്, സ്വയം ജ്യോതി താനേ പ്രകാശിക്കുന്നതാണ്, സ്വരാട്ടാണ്. നിർഗുണ ഗുണങ്ങളുമായൊരു ബന്ധവുമില്ലാത്ത നിത്യനായ നാശരഹിതനായ ആത്മസൃഷ്ടൈ തന്നാൽ തന്നെ ഉണ്ടാക്കപ്പെട്ട ഗുണങ്ങളാൽ അന്യനും അനിത്യനും അവയാൽ ഉണ്ടാക്കപ്പെട്ട ഭൂതങ്ങളിൽ ബഹുധ പലതരത്തിൽ പ്രാപിക്കപ്പെടുന്നു എന്നാണ്. എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ഏകനാണ്, നാശരഹിതനാണ്, സ്വരാട്ടാണ്. എങ്കിലും ഗുണങ്ങളുമായിട്ടുള്ള സംബന്ധം കൊണ്ട് നാശമുള്ളവനെ പോലെ തോന്നുന്നു എന്ന് മാത്രം. ഞാൻ സൃഷ്ടിച്ച സകല ഭൂതജാലങ്ങളിലും, അത് ദേവനോ മനുഷ്യനോ ആരുമായിക്കൊള്ളട്ടെ, ബഹുരൂപരായി ഞാൻ കാണപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഞാൻ ഒന്നു മാത്രമാണ്. ഉപാധിയുടെ സംബന്ധം കൊണ്ടാണ് ആത്മാവ് പലതാണ് എന്ന് തോന്നുന്നത്. സത്യത്തിൽ ആത്മാവ് ഏകനാണ്, സ്വയം ജ്യോതിയാണ്, ഒരിക്കലും നശിക്കാത്തവനാണ്. ഘം വായുർജ്യോതിരാപോ ഭൂസ്ഥൽകൃതേഷു യഥാശയം ആവിസ്ഥിരോൽപഭൂര്യേകോ നാനാത്വം യാത്യസാവപി. ഭഗവാൻ പറയാണ് ഘം എന്ന് വെച്ചാൽ ആകാശം, വായു ജ്യോതി പറഞ്ഞ അഗ്നി, ആപ ജലം ഭൂമി, തൽകൃതേഷു അവയാൽ ചെയ്യപ്പെട്ടവയിൽ യഥാശയം അതിൻ്റെ ഉപാധി അനുസരിച്ച്, ആവിസ്ഥിരോൽപഭൂരി പ്രത്യക്ഷം മറവ് അല്പം അധികം എന്ന നിലയിൽ, ഏകഹ ഒരാളായിരിക്കുന്ന അസൗ അപി ഇവനും നാനാത്വം യാതി പലതായി മാറുന്നു. ആത്മാവ് ഏകനാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്ത് ഓരോ ഉപാധിയുടെ വലുപ്പം, ചെറുപ്പം, അല്പം, അധികം ഇതൊക്കെ അനുസരിച്ച് അതിൽ വ്യാപിച്ചിരിക്കുന്ന ആത്മാവ് ചിലപ്പോൾ പ്രത്യക്ഷനായി കാണും, ചിലപ്പോൾ അപ്രത്യക്ഷനാവും, ചിലപ്പോൾ ചെറുതായി തോന്നും, ചിലപ്പോൾ വലുതായി തോന്നും. സത്യത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ല. ആ സ്വതേ ആത്മാവിന് നാനാത്വമില്ല. ഉപാധിയുടെ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. വെള്ളം ഓരോ പാത്രങ്ങളിലാക്കുമ്പോൾ അതിന് പാത്രത്തിൻ്റെ ആ ആകൃതി കൈവരുന്നത് പോലെ അത്രയേ ഉള്ളൂ. ചതുരത്തിലുള്ളൊരു പാത്രത്തിലാക്കിയാൽ വെള്ളം ചതുരത്തിൽ നിൽക്കും, വൃത്തത്തിലുള്ളൊരു പാത്രത്തിലാക്കിയാൽ അപ്പോൾ വൃത്തത്തിലായി. 6 കോണുകളുള്ള പാത്രത്തിലാക്കിയാൽ 6 കോണുകളോട് കൂടിയ ജലത്തെ കാണാൻ സാധിക്കും. സത്യത്തിൽ ആ ഈശ്വരൻ ഏകനാണ്. ഈ ബഹുരൂപഭാവം ഉപാധി കൊണ്ട് മാത്രം തോന്നുന്നതാണ്. ശ്രീശബ്രഹ്മർഷി പറയുകയാണ്,
ഏവം ഭഗവതാ രാജൻ വസുദേവ ഉദാഹൃത ശ്രുത്വാ വിനഷ്ടനാനാധീസ്തൂഷ്ണീം പ്രീതമന അഭൂത്. ഏവം ഇങ്ങനെ, ഹേ പരീക്ഷിത്തെ, ഭഗവതാ ഏവം ഉദാഹൃത, ഭഗവാനാൽ ഇങ്ങനെ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുത്തപ്പോൾ വസുദേവര് അത് കേട്ടിട്ട് ശ്രുത്വ വിനിഷ്ടനാനാധി, വിശേഷേണ നഷ്ടപ്പെട്ട പല നാനാത്വബുദ്ധിയോടുകൂടിയവനായി, പ്രീതമന സന്തുഷ്ടമായ മനസ്സോടുകൂടി, പ്രീതിയുള്ള മനസ്സോടുകൂടി, തൂഷ്ണീം അഭൂത്, തൂഷ്ണീം ഭൂതനായി എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടി മിണ്ടാതിരുന്നു, മൗനത്തെ അവലംബിച്ചു. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൗനമാണ് അല്ലേ? അറിയാതിരിക്കുമ്പോഴാണ് ഇങ്ങനെ സംസാരിക്കുക. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തൂഷ്ണീം അഭൂത് ആവും, നമ്മൾ മിണ്ടാതിരിക്കും. അധ തത്ര കുരുശ്രേഷ്ഠ ദേവകീ സർവദേവത ശ്രുത്വാനീതം ഗുരോ പുത്രമാത്മജാഭ്യാം സുവിസ്മിത. അധ തത്ര കുരുശ്രേഷ്ഠ, അതിനുശേഷം അവിടെ, അല്ലയോ പരീക്ഷിത്തെ, സർവദേവതാ ദേവകി, സർവദേവതാ സ്വരൂപിണിയായിരിക്കുന്ന ഭഗവാന്റെ അമ്മ ദേവകി, ഗുരോ പുത്രം ആത്മജാഭ്യാം ആനീതം, ഗുരുവിൻ്റെ പുത്രനെ തൻ്റെ പുത്രന്മാർ കൊണ്ടുവന്നത് അറിഞ്ഞിട്ട്, ശ്രുത്വ കേട്ടിട്ട്, സുവിസ്മിത ഏറ്റവും ആശ്ചര്യമുള്ളവളായി മാറി. വസുദേവര് ഭഗവാനെ സ്തുതിച്ചതും ഭഗവാന്റെ മറുപടിയും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ദേവകിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയാണ്. തൻ്റെ മക്കള് രാമനും കൃഷ്ണനും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി അവിടെ സാന്ദീപനി മഹർഷിയുടെ മരിച്ചുപോയ ആ പുത്രനെ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്ത് അത് ഗുരുദക്ഷിണയായി സമർപ്പിച്ച് ആ വിവരങ്ങളൊക്കെ കേട്ടപ്പോൾ വലിയ ആശ്ചര്യമുണ്ടായി ദേവകിക്ക്. കൃഷ്ണരാമൗ സമാശ്രാവ്യ പുത്രാൻ കംസവിഹിംസിതാൻ സ്മരന്തി കൃപണം പ്രാഹ വൈക്ലവ്യാദശ്രുലോചന. കംസവിഹിംസിതാൻ, കംസനാൽ കൊല്ലപ്പെട്ട പുത്രന്മാരെ സ്മരന്തി ഓർക്കുന്നവളായിട്ട്, കൃഷ്ണരാമൗ സമാശ്രാവ്യ കൃഷ്ണരാമന്മാരെ കേൾപ്പിച്ചിട്ട്, വൈക്ലവ്യാൽ ആ പാരവശ്യം കൊണ്ട്, അശ്രുലോചന കണ്ണുകൾ നിറഞ്ഞൊഴുകി, കൃപണം പ്രാഹ വളരെ വിഷമത്തോടുകൂടി തൻ്റെ മക്കളോട് ദേവകി സംസാരിച്ച് തുടങ്ങി എന്നാണ്. കംസൻ കൊലപ്പെടുത്തിയ തൻ്റെ 6 പുത്രന്മാര്, അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ദേവകി. ആ ആലോചനയിൽ കണ്ണു നിറഞ്ഞു. അങ്ങനെ കണ്ണു നിറഞ്ഞ് മിഴികൾ നിറഞ്ഞും മൊഴികൾ മുറിഞ്ഞും ദേവകി ഒരുവിധം രാമകൃഷ്ണന്മാരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? രാമ രാമ പ്രമേയാത്മൻ കൃഷ്ണ യോഗേശ്വരേശ്വര വേദാഹം വാം വിശ്വസൃജാമീശ്വരാവാദി പുരുഷവും. അപ്രമേയാത്മൻ, നിശ്ചയിക്കപ്പെടാൻ കഴിയാത്ത സ്വരൂപം, ഇതാണ് ഭഗവാന്റെ. ഹേ രാമ, രാമ യോഗേശ്വരേശ്വര, യോഗഫലത്തെ നൽകുന്ന ഈശ്വരന്മാർക്കും ഈശ്വരനായ കൃഷ്ണ. വാം വിശ്വസൃജാം, നിങ്ങളെ ഞാൻ ലോകം സൃഷ്ടിക്കുന്നവരുടെ ആദിപുരുഷവും ആദിപുരുഷന്മാരായ ഈശ്വരന്മാരാണ് എന്ന് അഹം വേദ, ഞാൻ അറിയണു. ദേവകി പറയുകയാണ്, രാമൻ അപ്രമേയനാണ്, കൃഷ്ണനോ യോഗേശ്വരേശ്വരൻ, ഇങ്ങനെയൊക്കെയാണ് വിളിക്കണത്. രണ്ടുപേർക്കും ചേരുന്നതാണ് വിശേഷണങ്ങൾ. ഏതായാലും നിങ്ങൾ രണ്ടുപേരും കേവല മനുഷ്യരല്ല എന്ന് എനിക്ക് ഉറപ്പായി. ലോകത്തെ സൃഷ്ടിക്കുന്നവരുടെ നിയന്താക്കന്മാരാണ് നിങ്ങൾ എന്നും എനിക്ക് മനസ്സിലായി. കാലവിധ്വസ്ത സത്വാനാം രാജ്ഞാമുച്ഛാസ്ത്രവർത്തിനാം ഭൂമേർഭാരായമാണാനാം അവതീർണൗ ക്ഷയായ മേ. കാലവിധ്വസ്ത സത്വാനാം, കാലം കൊണ്ട് നശിപ്പിക്കപ്പെട്ട ബലത്തോടു കൂടിയ, ഉച്ഛാസ്ത്രവർത്തിനാം ശാസ്ത്രത്തെ അതിക്രമിച്ച് നടക്കുന്ന, ഭൂമേ ഭാരായമാണാനാം ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്ന, രാജ്ഞാം രാജാക്കന്മാരുടെ, ക്ഷയായ അവരെ ഇല്ലാതെയാക്കാൻ അവരെ ക്ഷയിപ്പിക്കാനും ആണ് അദ്യ മേ അവതീർണവും, അങ്ങ് എന്നിൽ നിന്ന് അവതരിച്ചത് എന്ന് ഞാൻ അറിയുന്നു.
ശാസ്ത്രമര്യാദ അതിക്രമിച്ച് മര്യാദയുടെ അതിർത്തി ലംഘിക്കുന്ന ആളുകൾ, കാലം കൊണ്ട് ക്ഷയിച്ച ബലത്തോടുകൂടിയ ഭൂമിക്ക് ഭാരമായി തീർന്ന ദുഷ്ടരാജാക്കന്മാരെ വധിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് അടിയന്റെ പുത്രഭാവത്തിൽ അവതരിച്ചത് എന്ന് അഹം വേദ, ഞാൻ അറിയണു. യസ്യാംശാംശഭാഗേന വിശ്വോൽപത്തിലയോദയാ ഭവന്തി കില വിശ്വാത്മം സ്തം ത്വാദ്യാഹം ഗതിം ഗതാ. ആദ്യമായിട്ട് ഭഗവാനാണ്, അതുകൊണ്ടാണ് ഭഗവാനെ ആദ്യൻ എന്ന് വിളിക്കുന്നത്. യസ്യ അംശാംശഭാഗേന, യാതൊരുവൻ്റെ അംശത്തിൻ്റെ അംശങ്ങളുടെ ഭാഗം കൊണ്ട്, അംശാംശാംശാംശഭാഗേന വിശ്വോൽപത്തി ലയോദയ, വിശ്വത്തിൻ്റെ ഉൽപ്പത്തി, അതിൻ്റെ രക്ഷാ, ലയം, ഇത് ഭവന്തി കില ഉണ്ടാകുന്നു, ഉറപ്പാണ്. അപ്പോൾ വിശ്വാത്മൻ, ഹേ വിശ്വമൂർത്തേ, അഹം തം ത്വ, ഞാൻ ആ അങ്ങയെ, ഗതിം ഗത, ഞാനിതാ ശരണം പ്രാപിക്കുന്നു. എല്ലാത്തിൻ്റെയും ആദിയിൽ അങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങയുടെ ആ അംശമാണ് പുരുഷൻ, ആ പുരുഷൻ്റെ അംശമാണ് മായ, ആ മായയുടെ അംശമാണ് ഗുണങ്ങൾ, ആ ഗുണങ്ങളുടെ ഭാഗമായ പരമാണു കൊണ്ട് ഈ ലോകമുണ്ടായി നിലനിൽക്കുന്നു. അവിടെ കുറേ കാലം ഉണ്ടാവുന്നു, അവസാനം നശിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സകല ലോക നിയന്താവായിരിക്കുന്ന അങ്ങയെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ചിരാൻ മൃതസുതാദാനേ ഗുരുണാ കില ചോദിതൗ ആനിന്യധു പിതൃസ്ഥാനാൽ ഗുരവേ ഗുരുദക്ഷിണം. ചിരാൻ മൃതസുതാദാനേ, വളരെ കാലം മുമ്പ് മരിച്ചുപോയ പുത്രനെ, ആ പുത്രൻ്റെ ആദാനം, പുത്രനെ തിരിച്ചു കൊണ്ടുവന്ന്, ഗുരുണ, ഗുരുവിനാൽ ചോദിതവും, ആ ഗുരുവിനാൽ പ്രേരിതനായി, പിതൃസ്ഥാനാൽ യമപുരിയിലേക്ക് പോയി, ഗുരുവേ ഗുരുദക്ഷിണാം ആനിന്യുധു, ഗുരുവിന് ഗുരുദക്ഷിണയായിട്ട് നിങ്ങൾ രണ്ടുപേരും കൊണ്ടുവന്നു, ആനയിച്ചു. കുറേ കാലം മുമ്പ് മരിച്ചുപോയ ആ ഗുരുപുത്രനെ ഗുരുവായ സാന്ദീപനി മഹർഷിയുടെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ കൽപ്പന പ്രകാരം യമപുരിയിൽ പോയി തിരിച്ചു കൊണ്ടുവന്ന് ആ ഗുരുനാഥനുള്ള ഗുരുദക്ഷിണയായി സമർപ്പിച്ചു നിങ്ങൾ രണ്ടുപേരും. ഞാൻ അത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് തഥാമേ കുരുതം കാമം യുവാം യോഗേശ്വരേശ്വരോ ഭോജരാജഹതാൻ പുത്രാൻ കാമയെ ദൃഷ്ടുമാഹൃതാൻ. എനിക്കിപ്പോൾ എന്താണ് ആഗ്രഹം? ഭോജരാജഹതാൻ പുത്രാൻ, ഭോജരാജൻ കംസനാൽ കൊല്ലപ്പെട്ട ആ പുത്രന്മാരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരാണ്? യോഗേശ്വരേശ്വരന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. യുവാം തഥ, അതേപോലെ ഗുരുനാഥന് പുത്രനെ കൊണ്ടുവന്ന് കൊടുത്തതുപോലെ മേ കാമം, എൻ്റെ ആഗ്രഹത്തെയും നിങ്ങൾ സാർത്ഥകമാക്കൂ, അതിനെയും വേണ്ട പോലെ നടപ്പാക്കാൻ വേണ്ടത് ചെയ്യൂ. കംസനാൽ കൊല്ലപ്പെട്ട മക്കളെ കൊണ്ടുവരപ്പെട്ടവരായിട്ട് കാണാനായി ഞാൻ കാമയെ ആഗ്രഹിക്കുന്നു. യോഗേശ്വരന്മാരായ ശിവാദികൾക്കും ഈശ്വരനാണ് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാത്ത ഒന്നുമില്ല. അപ്പോൾ ഗുരുവിൻ്റെ പുത്രനെ തിരിച്ചു കൊണ്ടുവന്നു എന്ന് കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വലിയൊരാഗ്രഹമാണ് കംസനാൽ കൊല്ലപ്പെട്ട, തൻ്റെ സഹോദരനാൽ കൊല്ലപ്പെട്ട ആ 6 ഉണ്ണികളെ ഒരിക്കൽ കൂടി കാണണം എന്നുള്ള മോഹം. അതുകൊണ്ട് അവരെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണേ. ശ്രീ ശിവബ്രഹ്മർഷി പറയാണ്, ഏവം സംചോദിതൗ മാത്ര രാമ കൃഷ്ണശ്ച ഭാരത സുതലം സംവിവിശതുർ യോഗമായാമുപാശ്രിതൗ. ഇവിടെ പരീക്ഷത്തെ ഏവം ഇങ്ങനെ മാത്ര സംചോദിതവും, അമ്മയാൽ പ്രേരിപ്പിക്കപ്പെട്ടതനുസരിച്ച് രാമനും കൃഷ്ണനും, അവിടെ പറയുകയാണ് ബലരാമനും ശ്രീകൃഷ്ണനും യോഗമായാം ഉപാശ്രിതോ, യോഗമായയെ ആശ്രയിച്ചിട്ട് സുതലം സംവിവിശതു, ആ സുതലത്തിലേക്ക്, അവിടേക്കാണ് ഈ കുട്ടികളെ അന്വേഷിച്ച് ഭഗവാൻ പോയത് എന്നാണ്. അമ്മ പറഞ്ഞപ്പോൾ ഭഗവാൻ ഉടനെ തന്നെ അവിടുന്ന് സുതലത്തിലേക്ക് പോവുകയാണ്. തസ്മിൻ പ്രവിഷ്ടാവുപലഭ്യ ദൈത്യരാട് വിശ്വാത്മദൈവം സുതരാം തഥാത്മന തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയ
സദ്യ സമുദ്ധായ നനാമ സാന്വയാ. തസ്മിൻ പ്രവിഷ്ടവും അതിൽ പ്രവേശിച്ച വിശ്വാത്മദൈവം സകലങ്ങളായ ആത്മാക്കൾക്കും ഈശ്വരനായിരിക്കുന്ന തഥ അതേപോലെ ആത്മനഃ തനിക്കും സുതരാം ദൈവം ഏറ്റവും ഇഷ്ടപ്പെട്ട ഈശ്വരനായിരിക്കുന്ന ആ രണ്ടുപേരെയും ദൈത്യരാട്ട് മഹാബലി ഉപലഭ്യ കണ്ടിട്ട് തദ്ദർശനാഹ്ലാദ പരിപ്ലുതാശയ അവരുടെ ദർശനം കൊണ്ട് സന്തോഷിച്ച മനസ്സോടുകൂടി സദ്യ ഉടനെ തന്നെ അവിടുന്ന് ആ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സമുദ്ധായ എഴുന്നേറ്റ് സാന്വയ തൻ്റെ വംശത്തോടുകൂടി ആ രാമകൃഷ്ണന്മാരെ നനാമ നമസ്കരിച്ചു. സുതലത്തിൽ പ്രവേശിച്ചു. ബലരാമനും ശ്രീകൃഷ്ണനും മഹാബലി ഇത് കണ്ടു. സകല ലോകത്തിൻ്റെയും വിശേഷിച്ചും തൻ്റെയും ഈശ്വരനായിരിക്കുന്ന ഭഗവാനെ കണ്ടപ്പോൾ ആ ദർശന സൗഭാഗ്യത്തിൽ എല്ലാം മറന്ന് സന്തോഷചിത്തനായി അവിടെ ബലി കാക്കൽ വീണ് നമസ്കരിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം തയോ സമാനീയ വരാസനം മുദാ നിവിഷ്ടയോസ്തത്ര മഹാത്മനോസ്തയോ ദധാരപാദാവനിജ്യ തജ്ജലം സവൃന്ദ ആബ്രഹ്മ പുനദ്യദംബുഹാ. തയോ വരാസനം മുദാ സമാനീയ രണ്ടുപേർക്കും ഏറ്റവും ശ്രേഷ്ഠമായ സിംഹാസനം കൊണ്ടുവന്ന് കൊടുത്തിട്ട് തത്ര നിവിഷ്ടയോ അതിൽ ആ ഇരിക്കുന്ന മഹാത്മാക്കളായ തയോ അവരുടെ പാദവും അവനിജ്യ കാല് കഴുകിച്ച് ആ ജലത്തെ സവൃന്ദ തൻ്റെ വൃന്ദത്തോടുകൂടി അവിടെ അദ്ദേഹം അതിനെ ശിരസിൽ ധരിച്ചു. യദംബു ആബ്രഹ്മ ഏതൊരു ജലമാണോ ബ്രഹ്മാവ് വരെയുള്ള ലോകത്തെ പുനാത് പരിശുദ്ധമാക്കുന്നത് ആ ജലത്തെ ആ പാദതീർത്ഥത്തെ ബലിക്കും സ്വീകരിക്കാനായി എന്ന് പറയുന്നു. സമർഹയാമാസ സതൗ വിഭൂതിഭിർമഹാർഹവസ്ത്രാഭരണാനുലേപനൈ താംബൂലദ്വീപാമൃതഭക്ഷണാദിഭി സ്വഗോത്രവിത്താത്മസമർപ്പണേന ച. സ ആ മഹാബലി മഹാർഹവസ്ത്രാഭരണാനുലേപനൈ ഏറ്റവും വിലപിടിച്ച വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, അനുലേപനങ്ങൾ തുടങ്ങിയവ വിഭൂതിഭി ഐശ്വര്യങ്ങൾ കൊണ്ടും താംബൂല ദീപ അമൃതഭക്ഷണാദിഭി താംബൂലം, ദീപം, അമൃതഭക്ഷണം തുടങ്ങിയവ കൊണ്ടും സ്വഗോത്രവിത്താത്മസമർപ്പണേനച്ച തൻ്റെ കുലം, ധനം, ദേഹം ഇവയുടെ സമർപ്പണം കൊണ്ടും തൗ സമർഹയാമാസ ആ രണ്ടുപേരെയും പൂജിച്ചു എന്ന് പറയുന്നു. വിലപിടിച്ച വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, ചന്ദന കുറിക്കൂട്ട്, താംബൂലം, ദീപം, ഭക്ഷണം ഇങ്ങനെ ഷോഡശോപചാരങ്ങളോടുകൂടി പൂജകൻ പൂജിക്കുന്നത് പോലെ മഹാബലി ഭഗവാനെയും ഏട്ടനെയും വേണ്ട പോലെ പൂജിച്ചു. സൈന്ദ്രസേനോ ഭഗവത് പദാംബുജം ബിഭ്രന്മുഹു പ്രേമ വിഭിന്നയാധിയ ഉവാചാനന്ദജലാകുലേക്ഷണ പ്രഹൃഷ്ടരോമാ നൃപ ഗദ്ഗദാക്ഷരം. സാ ഇന്ദ്രസേന ആ ഇന്ദ്രസേനൻ മഹാബലി മുഹു പിന്നെയും പ്രേമവിഭിന്നയ പ്രേമം കൊണ്ട് ആർദ്രമായ ധിയ ബുദ്ധി കൊണ്ട് ഭഗവത് പാദാംബുജം ഭഗവാന്റെ പാദാരവിന്ദത്തെ ബിഭ്രൻ അതിനെ സ്വീകരിക്കുന്നവനായി ആനന്ദജലാകുലേക്ഷണ ആനന്ദജലം കൊണ്ട് ആകുലമായ കണ്ണുകളോടുകൂടി അലയോ പരീക്ഷത്തെ പ്രഹൃഷ്ടരോമ പ്രഹർഷിച്ച ആ രോമാഞ്ചമുണ്ടായുള്ളവനായി തീർന്ന് ഗദ്ഗദാക്ഷരം ഉവാച ഗദ്ഗദങ്ങളായ അക്ഷരങ്ങളെ കൊണ്ട് അവിടെ സംസാരിച്ചു എന്നാണ്. ദേഹം മുഴുവൻ രോമാഞ്ചം, ഭക്തി കൊണ്ട് ഇടനെഞ്ച് തകരുന്നത് പോലെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് ആ പാദതീർത്ഥത്തെ ശിരസിൽ സ്വീകരിച്ച് ബലി പറയാനായിട്ട് ആരംഭിച്ചു. 39ാമത്തെ ശ്ലോകം മുതലാണ് ബലിയുടെ മറുപടി. ആ ഭാഗം നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇന്നിപ്പോൾ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ
രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ
ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.